ബോധപൂർവം സെനറ്റ് തെരഞ്ഞെടുപ്പ് നിർത്തിവെപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് സംഘർഷം ഉണ്ടാക്കുകയും വിപുലമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള സംഘർഷം നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെ മാരകമായി ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയും ആ സംഘർഷത്തിന്റെ തുടർച്ചയിൽ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 15ഓളം വരുന്ന ബാലറ്റ് പേപ്പറുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്. ഏത് നിലയിലും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി പാടില്ല. വളരെ ബോധപൂർവ്വം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന നിലയിലേക്ക്, ബാലറ്റ് പേപ്പർ മോഷ്ടിക്കുന്ന നിലയിലേക്ക് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള KSUവിന്റെ നേതാക്കന്മാർ മാറുകയാണ്. ബോധപൂർവം സെനറ്റ് ക്യാമ്പസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ജിബിൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ജിബിൻ, ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് SFIയുടെ ആരോപണം. ഈ സംഘർഷാവസ്ഥ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നേരമായി? പക്ഷേ ഏകദേശം 1 മണിക്കൂറുകളായി ഈ ഒരു പ്രശ്നം ഇവിടെ നീണ്ടു നിൽക്കുകയാണ്. അതായത് റിസർവേഷൻ സീറ്റുകളുടെ 2 റിസർവേഷൻ സീറ്റുകൾ KSU വിജയം നേടിയതിന് പിന്നാലെയാണ് ആദ്യം ഈ സെനറ്റ് ഹാളിൽ ഉള്ളിൽ വെച്ച് ഒരു സംഘർഷം ഉണ്ടാകുന്നത്. അതിലാണ് KSU SFI പ്രവർത്തകർ നേരിട്ട് ഏറ്റുമുട്ടിയത്. ഇതിന് പിന്നാലെയാണ് ഈ 15 പേപ്പറിൽ പിന്നീടുള്ള മത്സരം നടന്ന സീറ്റുകളിലാണ് ബാക്കിയുണ്ടായിരുന്ന 15 ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്നുള്ള തുടങ്ങുകയായിരുന്നു. വ്യക്തത വന്നില്ല. റിസർവേഷൻ സീറ്റുകളുടെ കാര്യത്തിൽ KSU ഈ 2 സീറ്റുകളിൽ വിജയം നേടിയതിന് പിന്നാലെയാണ് SFI, അതായത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ അറിവോടുകൂടി KSU ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതാണ് എന്നുള്ള ആരോപണവുമായി ഇതിന് പിന്നാലെയാണ് SFI രംഗത്തെത്തിയത്. അതിനെ തുടർന്നാണ് ഇതിനുള്ളിൽ വെച്ച് ആദ്യം സംഘർഷം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് മറ്റ് സീറ്റുകളുടെ തുടർന്നുള്ള 47 സീറ്റുകളുണ്ട്. ബാക്കിയുള്ള സീറ്റുകളുടെ വോട്ടെണ്ണൽ തുടരുന്ന വേളയിലാണ് ഈ ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്നുള്ള വിവരം പുറത്തറിയുന്നത്. ഇതിന് പിന്നാലെയാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ KSUവിന്റെ ആരോപണം SFI മാറ്റിയെന്ന്. അതുപോലെ തന്നെ SFI തിരിച്ചാരോപിക്കുന്നത് KSU ആണ്. KSUവിന്റെ അറിവോട് കൂടിയാണ് ഈ 15 ബാലറ്റ് പേപ്പറുകളും സെനറ്റ് ഹാളിൽ നിന്ന് മാറ്റിയതെന്നാണ് SFI ആരോപിക്കുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ PM ഹർഷയുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇരു വിഭാഗങ്ങളും ഈ ബാലറ്റ് പേപ്പറുകൾ ആരാണ് മാറ്റിയതെന്ന് പരസ്പരം മാറ്റിയതെന്നുള്ള ഒരു ആരോപണമായാണ് ഇരു വിഭാഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിന് അയവുവന്നിരിക്കുകയാണ്. SFI പ്രവർത്തകർ ഈ ഒരു സെനറ്റ് ഹാളിന് പുറത്തേക്ക്, അതുപോലെ തന്നെ KSU പ്രവർത്തകർ കാണാതായി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? KSU സമാനമായിട്ടുള്ള ആരോപണം തന്നെ ആണോ മുന്നോട്ട് വയ്ക്കുന്നത്, ബാലറ്റ് പേപ്പർ കാണുന്നില്ല എന്നുള്ളത്? അത് തന്നെയാണ്. പക്ഷേ ഈ ഒരു 15 ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്നുള്ള ഒരു ആരോപണം ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറൊക്കെ തന്നെ ഈ സെന്റ് ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ആരോപണം ഗുരുതരമായ ആരോപണമാണ്. കാരണം 15 ബാലറ്റ് പേപ്പറുകൾ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ 15 ബാലറ്റ് പേപ്പറുകൾ കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. അക്ഷയ, കേരള യൂണിവേഴ്സിറ്റിയിൽ വൻ സംഘർഷാവസ്ഥയാണ്. അതിപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ താൽക്കാലികമായി അവിടെ നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു. ജിബിന്, ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് സമാധാന അന്തരീക്ഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം അറിയിക്കുന്ന അപ്പുറത്തേക്ക് ആ സംഘർഷാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടല്ലേ? അക്ഷയ, ഈ അതായത് ഈ സെനറ്റ് ഹാളിലുണ്ടായിരുന്ന സംഘർഷത്തിന് താൽക്കാലികമായി അയവുന്നിരിക്കുകയാണ്. കാരണം ഇതിന് പിന്നാലെ നേരത്തെ തന്നെ ഈ ഫലം പുറത്തു വന്നിരുന്ന സീറ്റുകളിൽ SFI ആണ് വിജയം നേടിയിരുന്നത്. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിലും SFI മുഴുവൻ സീറ്റുകളിൽ വിജയിച്ചിരുന്നു. 7 സീറ്റും SFI ആണ് വിജയം നേടിയത്. ചെയർമാൻ അനന്യയുടെ നേതൃത്വം 116 സീറ്റുകൾ 16 വോട്ടുകൾ നേടിയാണ് ചെയർമാനായിട്ട് മത്സരിച്ച് അനന്യ വിജയം നേടിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിന് പിന്നാലെ പുറത്തേക്ക് എത്തിയ SFI പ്രവർത്തകർ ഇപ്പോൾ ഈ സെനറ്റ് ഹാളിന് മുൻവശത്ത് ഇരുന്നു കൊണ്ട് അവർ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ KSU പ്രവർത്തകർ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. കാരണം 15 ബാലറ്റ് പേപ്പറുകൾ നഷ്ടപ്പെട്ടത് അത് SFIയുടെ അറിവോട് കൂടിയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കാൻ സാധിക്കില്ല. മറ്റ് സീറ്റുകളിലെ കൂടി റിസൾട്ട് പുറത്തു വേണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് KSU ഇപ്പോൾ ഈ സെനറ്റ് ഹാളിനുള്ളിൽ നിന്ന് ഇതിനകത്തിരുന്നു കൊണ്ട് പ്രതിഷേധമായിരിക്കും. ഇപ്പോൾ